കുടിയേറ്റക്കാരെ ഗ്വാണ്ടനാമോയിൽ അടയ്ക്കാൻ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനം. ഗ്വാണ്ടനാമോ തടവറ വിപുലീകരിക്കാൻ ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്. രേഖകൾ ഇല്ലാത്ത അനധികൃത കുടിയേറ്റക്കാരെയും അഭയാർത്ഥികളെയും ഗ്വാണ്ടനാമോയിൽ അടയ്ക്കും. 30,000 പേരെ താമസിപ്പിക്കാൻ കഴിയും വിധം തടവറ വിപുലീകരിക്കാനാണ് ഉത്തരവ്. മുമ്പ് ഭീകരരെ പാർപ്പിച്ചിരുന്ന കുപ്രസിദ്ധ തടവറയാണ് ക്യൂബയോട് ചേർന്നിട്ടുള്ള ഗ്വാണ്ടനാമോ. ഡൊണാൾഡ് ട്രംപിന്റേത് അതിക്രൂരമായ തീരുമാനമെന്നാണ് ക്യൂബയുടെ പ്രതികരണം. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. അമേരിക്കയിൽ യാത്രാ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ച് തകർന്ന് നദിയിൽ വീണു. വാഷിംഗ്ടൺ DC-യിലാണ് അപകടം. 60 യാത്രക്കാരും 4 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഡൊണാൾഡ് റീഗൻ വാഷിംഗ്ടൺ നാഷണൽ എയർപോർട്ടിന് സമീപമാണ് യാത്രാ വിമാനം ഹെലികോപ്റ്ററുമായി കൂട്ടിയിടിച്ചത്. ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിൽ 3 US സൈനികരായിരുന്നു ഉണ്ടായിരുന്നത്. സേനയുടെ ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടതെന്ന് US ആർമി സ്ഥിരീകരിച്ചു. പരിശീലന പറക്കലിനിടയിലാണ് അപകടമുണ്ടായത്. രക്ഷാപ്രവർത്തനം തുടരുകയാണെന്നും അധികൃതർ അറിയിച്ചു. പോട്ടോമാക് നദിയിലേക്കാണ് യാത്രാ വിമാനം പതിച്ചത് എന്നത് കൊളംബിയ മെട്രോപൊളിറ്റൻ പോലീസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കാൻസാസിലെ വിചിതയിൽ നിന്ന് പുറപ്പെട്ട PSA 5342 വിമാനമാണ് നദിയിൽ തകർന്നു വീണത്. നദിയിൽ തിരച്ചിൽ തുടരുകയാണ്. രാത്രിയിലാണ് അപകടമുണ്ടായത് എന്നതിനാൽ രക്ഷാപ്രവർത്തനം ദുഷ്കരമാണ്. മണിക്കൂറുകൾ പിന്നിട്ടിട്ടും ആരെയും ഇതുവരെ കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. ദക്ഷിണ സുഡാനിൽ വിമാനം തകർന്ന് ഇന്ത്യക്കാരനടക്കം 20 പേർ മരിച്ചു. 2 പൈലറ്റുമാർ ഉൾപ്പെടെ 21 പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. സുഡാനിലെ എണ്ണസമ്പന്നമായ യൂണിറ്റി സ്റ്റേറ്റിലാണ് അപകടം സംഭവിച്ചത്. ദക്ഷിണ സുഡാന്റെ തലസ്ഥാനമായ ജുബയിലെ എണ്ണപ്പാടത്തു നിന്ന് പറന്നുയർന്ന ചൈനീസ് എണ്ണ കമ്പനിയുടെ ചാർട്ടേഡ് വിമാനമാണ് തകർന്നു വീണത്. തലസ്ഥാനമായ ജുബയിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനായി പറന്നുയരുന്നതിനിടയിലാണ് വിമാനം തകർന്നു വീണത്. വിമാനത്താവളത്തിൽ നിന്ന് 500 മീറ്റർ അകലെയാണ് വിമാനം തകർന്നു വീണത്. ചൈനീസ് എണ്ണ കമ്പനിയായ ഗ്രേറ്റർ പയനിയർ ഓപ്പറേറ്റിംഗ് കമ്പനി ചാർട്ടർ ചെയ്ത വിമാനമാണ് തകർന്നത്. മരിച്ചവരിൽ 16 സുഡാനികൾ, 2 ചൈനീസ് പൗരന്മാർ, 1 ഇന്ത്യക്കാരനും ഉൾപ്പെടുന്നുവെന്ന് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്തു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും തിരികെ എത്തിക്കുവാൻ എലോൺ മസ്കിന്റെ സഹായം തേടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ബൈഡൻ ഭരണകൂടം യാത്രികരെ തിരികെ എത്തിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നും ട്രംപ് കുറ്റപ്പെടുത്തി. സ്പേസ് എക്സ് വേണ്ടത് ചെയ്യണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതായി മസ്കും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. സുനിത വില്യംസിനെയും വിൽമോറിനെയും ബഹിരാകാശത്ത് ബൈഡൻ ഭരണകൂടം ഉപേക്ഷിച്ചു. അവർ മാസങ്ങളായി സ്പേസ് സ്റ്റേഷനിൽ കാത്തിരിക്കുകയാണ്. അവരെ സുരക്ഷിതമായി എലോൺ തിരികെ എത്തിക്കുമെന്ന് പ്രതീക്ഷയുണ്ട്. എലോണിന് നല്ലത് വരട്ടെ എന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിയ 2 ബഹിരാകാശ യാത്രികരെ തിരികെ എത്തിക്കാൻ പ്രസിഡന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും അവരെ എത്രയും വേഗം ഭൂമിയിൽ എത്തിക്കുമെന്നും മസ്ക് പറഞ്ഞു. ബൈഡൻ ഭരണകൂടം അവരെ ഇത്രയും നാൾ അവിടെ ഉപേക്ഷിച്ചത് ഭയാനകമാണെന്നും എലോൺ മസ്ക് കൂട്ടിച്ചേർത്തു. അടുത്ത വർഷം തുടക്കത്തോടെ തിരികെ എത്തിക്കുമെന്ന് നേരത്തെ നാസ അറിയിച്ചിരുന്നു. എന്നാൽ ലിഫ്റ്റ് ഓഫിനായി പുതിയ ക്യാപ്സൂൾ തയ്യാറാക്കാൻ സ്പേസ് എക്സിന് കൂടുതൽ സമയം ആവശ്യമാണെന്നതിനെ തുടർന്ന് നാസ മടക്കയാത്ര വീണ്ടും വൈകിപ്പിക്കുകയായിരുന്നു. മാർച്ച് അവസാനത്തോടെയോ ഏപ്രിൽ തുടക്കത്തിലൂടെയോ ഇവരെ തിരികെ എത്തിക്കാൻ സാധിക്കുമെന്നായിരുന്നു വിവരം. വേഗതയേക്കാൾ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്നത് കൊണ്ടാണ് മടക്കയാത്ര വൈകുന്നതെന്നും നാസ അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ.